കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പ്രാദേശിക പാർട്ടി നേതാവ് ആര്? പ്രാദേശിക പാർട്ടി എന്ന് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. പ്രാദേശിക പാർട്ടി എന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കടുവാപ്പള്ളിയിലാണ്. ഇന്ന് ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് KTCT സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. മോളെ പേര്? മിലാന നസ്രീൻ. മിലാന നസ്രീൻ. എവിടെയാണ് സ്ഥലം? ഞാൻ DC നുക്കിലാണ്, നാവായിക്കുളം. നാവായിക്കുളം അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. തോട്ടക്കാട് കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീടിനാവും അതുപോലെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സിനായിട്ടുള്ള എല്ലാ വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഏക പ്രാദേശിക പാർട്ടി നേതാവ് ആര്? സോറി, എനിക്ക് മലയാളം പ്രാദേശിക പാർട്ടി എന്ന് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പ്രാദേശിക പാർട്ടി നേതാവ് ആര്? പ്രാദേശിക പാർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ലോക്കലായിട്ടുള്ള ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് അതുപോലുള്ള അറിയോ? കോൺഗ്രസ് നേതാവ് അറിയത്തില്ല. അപ്പോൾ കുട്ടികളിൽ നിന്ന് മാറി കുറച്ചുകൂടെ മുതിർന്നവരിലേക്ക് പോകാം. നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള കുട്ടികളിപ്പോൾ ശാസ്ത്രമേളയിൽ പോയി പുതിയൊരു വലിയ നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടുപിടുത്തം നടത്തി. അതിലൊക്കെ പങ്കാളികളാണ് നിങ്ങൾ? എല്ലാ ടീച്ചേഴ്സും പങ്കാളികളാണ്, അതോടൊപ്പം കുട്ടികളും പേരൻസും എല്ലാവരും. അല്ലേ? ഇനി വരുന്ന കാലത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തക്ക തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ KTCTയിലെ കുട്ടികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൈവശം ഇന്നൊരു മനോഹരമായ സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഏക പ്രാദേശിക പാർട്ടി നേതാവ് ആര്? എനിക്കറിഞ്ഞൂടാ. പ്രാദേശിക പാർട്ടി എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ പാർട്ടിയാണ്. പിണറായി വിജയൻ. അറിയത്തില്ല. സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ഏക പ്രാദേശിക പാർട്ടി നേതാവ് ആര്? അറിയില്ല. ശങ്കർ അല്ല. സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. തോട്ടക്കാട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള, അതായത് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം എഞ്ചിനീയറിംഗ് വർക്ക്സുകളും മനോഹരമായി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഏക പ്രാദേശിക പാർട്ടി നേതാവ് ആര്? കേരളത്തിലെ മുഖ്യമന്ത്രിയായ പ്രാദേശിക പാർട്ടി നേതാവ് പിണറായി വിജയൻ. അതൊരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത്. പ്രാദേശിക പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടികളായിരിക്കും. മുസ്ലിം ലീഗ് അങ്ങനെയുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയായ നേതാവ് പ്രാദേശിക പാർട്ടി നേതാവ് കുഞ്ഞാലിക്കുട്ടി അല്ല സോറി, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും ഒന്നുകൂടെ ആലോചിച്ച് പോകും, ചിലപ്പോൾ എത്തി നിൽക്കുകയാണ്. പ്രാദേശിക പാർട്ടി മറ്റേ CH മുഹമ്മദ് കോയ. ആ
പുള്ളി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഉള്ളത് തന്നെ ആള് മരണപ്പെട്ടു പോയി. ഓർമ്മയുണ്ടോ ഉണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ പേരെന്താണ്? നിസാർ, KMB നിസാർ എന്ന് പറയും. ബിൻസാർ, KMB നിസാർ. KMB നിസാറൊക്കെ ഈ CH മുഹമ്മദ് കോയ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. തന്നെ. ഉറപ്പാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഏക പ്രാദേശിക പാർട്ടി നേതാവ് CH മുഹമ്മദ് കോയയാണ്. അദ്ദേഹം ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കേരളത്തിൻ്റെ നിയമസഭയിലേക്കും. കൂടാതെ കേരളത്തിലെ 10ാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഉപമുഖ്യമന്ത്രിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 54 ദിവസമായിരുന്നു അദ്ദേഹം. 55ാമത്തെ ദിവസം തികയ്ക്കാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതിനുശേഷം പുതിയ മന്ത്രിസഭ വന്നു. അപ്പോൾ സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനം ഈ വണ്ടിയിൽ ഇരുന്ന് തന്നെ അങ്ങ് വാങ്ങിച്ചാൽ അതാണ് ഒരു ഐശ്വര്യം. കൈ നീട്ടി. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.